ഹായ് ഫ്രണ്ട്സ്, ഐപ്ലസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. NDA UGC നെറ്റ് ജൂൺ 2026 പരീക്ഷയുടെ ആപ്ലിക്കേഷൻ വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാം. മെയ് 20 ലാസ്റ്റ് ഡേറ്റ്. ഇത്തരം വിവരങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. പ്രധാനമായിട്ടും ഇത്തവണ ആപ്ലിക്കേഷൻ പ്രൊസീജിയറിൽ വലിയൊരു ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. വളരെ വിശദമായിട്ട് എങ്ങനെയാണ് ഈ പരീക്ഷയ്ക്ക് ഈ സൈക്കിളിൽ അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ ഈ വീഡിയോയിൽ നിങ്ങളോട് പങ്കുവയ്ക്കും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ തെറ്റില്ലാതെ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇത്തവണത്തെ മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഞാൻ ആദ്യമായിട്ട് പറയാൻ പോകുന്നത്. ഇത്തവണത്തെ പ്രധാനപ്പെട്ട മാറ്റം എന്ന് വെച്ചാൽ, ഒന്ന്, ലൈവ് ഫോട്ടോഗ്രാഫ് നമ്മൾ അപ്ലോഡ് ചെയ്യണം. ലൈവ് ഫോട്ടോഗ്രാഫ് എന്ന് വെച്ചാൽ നമ്മൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഒന്നുകിൽ നമ്മുടെ സിസ്റ്റത്തിന്റെ അല്ലെങ്കിൽ ലാപ്ടോപ്പിന്റെ ഒക്കെ വെബ് ക്യാം ഉപയോഗിച്ച് നമുക്ക് അതിന്റെ ഫ്രണ്ട് ക്യാം ഉപയോഗിച്ച് വെബ് ക്യാം ഉപയോഗിച്ച് നമ്മൾ ലൈവായിട്ട് നമ്മുടെ ഫോട്ടോ ക്യാപ്ചർ ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് മൊബൈലിൽ ആ ലിങ്ക് എടുത്തുകൊണ്ട് പോയിട്ട് മൊബൈലിലെ ക്യാമറ ഉപയോഗിച്ചും നമുക്ക് ഈ ലൈവ് ഫോട്ടോഗ്രാഫ് നമുക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് അത് ക്യാപ്ചർ ചെയ്യുന്നതെന്നുള്ള വിവരങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ച് കേൾക്കുക, വീഡിയോ അവസാനം വരെ കാണുക. അതാണ് ഒന്നാമത്തെ മാറ്റം. രണ്ടാമത്തെ മാറ്റം എന്ന് പറയുന്നത്, ഡിജി ലോക്കർ അക്കൗണ്ട് വഴിയാണ് നമ്മൾ ഇതിലേക്ക് കയറേണ്ടത്. അതായത് ഡിജി ലോക്കർ ആക്സസ് ഉണ്ടെങ്കിലേ അല്ലെങ്കിൽ ആ അക്കൗണ്ട് ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് ഇത് ഫില്ല് ചെയ്യാനായിട്ട് പറ്റുള്ളൂ എന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. ഓൾറെഡി നിങ്ങൾക്ക് ഡിജി ലോക്കർ അക്കൗണ്ട് ഉണ്ടെങ്കിൽ ആ ക്രെഡൻഷ്യൽസ് വെച്ച് നിങ്ങളുടെ മൊബൈൽ നമ്പർ വെച്ച് തന്നെ നിങ്ങൾക്ക് കയറാനായിട്ട് പറ്റും. മൊബൈൽ നമ്പർ OTP ഡിജി ലോക്കറിൽ അടുത്ത വിൻഡോയിൽ കാണിച്ചു തരാം. അപ്പോൾ അതുവഴി നിങ്ങൾക്ക് കയറി ആ ഡീറ്റെയിൽസ് അവർ ഫെച്ച് ചെയ്യും. ഡിജി ലോക്കറിലെ ഡീറ്റെയിൽസ്, ഡിജി ലോക്കറിലെ ഫോട്ടോയുമായിട്ട് നമ്മുടെ ലൈവ് ഫോട്ടോഗ്രാഫ് ഒത്തുവെക്കാൻ നോക്കും. അപ്പോൾ അങ്ങനെയാണ് അത് പ്രൊസീഡ് ആയി പോകുന്നത്. അതാണ് രണ്ടാമതൊരു വ്യത്യാസം. ഈ ഡിജി ലോക്കർ ഇതിൽ ഇനേബിൾ ആവുന്നത് കൊണ്ട് തന്നെ ഒരുപക്ഷെ സ്കോർ കാർഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഡിജി ലോക്കറിലായിരിക്കും വരിക. NDA നടത്തുന്ന മറ്റ് പല പരീക്ഷകൾക്കും അങ്ങനെയാണ്. അതായത് ഇതിന്റെ ഫൈനൽ റിസൾട്ടും സ്കോർ കാർഡും ഒക്കെ നിങ്ങൾക്ക് സെപ്പറേറ്റ് ഡൗൺലോഡ് ചെയ്യാനുണ്ടാവില്ല. നിങ്ങളുടെ ഡിജി ലോക്കറിൽ തന്നെ ഇത് വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അത് NDA ഉറപ്പിച്ച് പറഞ്ഞിട്ടില്ല. പിന്നുള്ള വ്യത്യാസം, മൂന്നാമത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത്, ഇപ്പോൾ സർട്ടിഫിക്കറ്റുകൾ, അതായത് റിസർവേഷൻ ക്ലെയിം ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ, OBC ആണെങ്കിലും SC/ST ആണെങ്കിലും EWS ആണെങ്കിലും അതുപോലെ തന്നെ ഭിന്നശേഷിക്കാരാണെങ്കിലും റിസർവേഷൻ ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. PWD സർട്ടിഫിക്കറ്റ് ഓൾറെഡി അപ്ലോഡ് ചെയ്യണം നിങ്ങൾ. മറ്റ് കാറ്റഗറിക്കാർ, ഇപ്പോൾ OBC ആണെങ്കിലും SC/ST ആണെങ്കിലും EWS ആണെങ്കിലും സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. ഇതിന് മുൻപ് വരെ അങ്ങനെ ആയിരുന്നില്ല. നമുക്ക് അപ്ലൈ ചെയ്ത് പോവാം, സർട്ടിഫിക്കറ്റ് പിന്നീട് കൊടുത്താൽ മതിയാകും. പക്ഷേ ഇവിടെ സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം. അറ്റ്ലീസ്റ്റ് സർട്ടിഫിക്കറ്റിനെ അപേക്ഷിച്ചിട്ടെങ്കിലും ഉണ്ടാവണം എന്നുള്ളതാണ്. സർട്ടിഫിക്കറ്റ് കയ്യിൽ വേണമെന്ന് 100% നിർബന്ധമില്ല. സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിലും ഉണ്ടാവണം. കാരണം ആ അപ്ലൈ ചെയ്ത റെസിപ്റ്റ് നമ്പർ ഉൾപ്പെടെ ഇവർ ചോദിക്കുന്നുണ്ട്, അപ്ലൈ ചെയ്തിട്ടുള്ള കണ്ടീഷൻ ആണെങ്കിൽ. അപ്പോൾ നമ്മുടെ ഒരു അഡ്വൈസ് എന്ന് പറയുന്നത്, നിങ്ങൾ ആ സർട്ടിഫിക്കറ്റ് വാങ്ങിയെടുക്കുക എന്നുള്ളത് തന്നെയാണ്. ആപ്ലിക്കേഷൻ പോരാ, ഇനി മെയ് 20 വരെ സമയമുണ്ട്. അപ്പോൾ അധിക ദിവസങ്ങളില്ല. ഇന്ന് തന്നെ നിങ്ങളുടെ കയ്യിൽ വാലിഡ് ആയിട്ടുള്ള OBC NCL വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നുള്ളൂ. OBC NCL അല്ലെങ്കിൽ EWS SC/ST സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ അതിന് അപ്ലൈ ചെയ്തത് വാങ്ങിച്ചെടുക്കുക. എന്നിട്ട് അപ്ലൈ ചെയ്യുക, നെറ്റിന് വേണ്ടി അപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഇതിന്റെ പ്രൊസീജിയറിലേക്ക് പോകാം. ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ പ്രൊസീജിയർ അറിയുന്നതിന് മുൻപ് നമ്മൾ നമ്മുടെ കൈവശം വെക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ബിഫോർ ബിഗിനിങ് ദ പ്രോസസ് ഓഫ് ഫില്ലിംഗ് ദി ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം, റീഡ് ഇൻഫർമേഷൻ ബുള്ളറ്റിൻ. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഈ NDAയുടെ വെബ്സൈറ്റിൽ ഒരു ഇൻഫർമേഷൻ ബുള്ളറ്റിൻ ഉണ്ട്. അത് നിങ്ങൾ ഉറപ്പായിട്ടും വായിച്ചിരിക്കണം. എന്നിട്ട് മാത്രമേ ഇത് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കാവൂ. കാരണം നമ്മൾ ആപ്ലിക്കേഷൻ ഫൈനൽ സബ്മിറ്റ് ഒക്കെ കൊടുത്ത് ഫീ പേയ്മെന്റ് ഒക്കെ അടച്ച് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. കുറേ കാര്യങ്ങൾ നമുക്ക് എഡിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അതിന് മുന്നേ തന്നെ, കാരണം നമ്മൾ ഇത്രയും പഠിച്ച് മാസങ്ങളായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണ്, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കരിയറിലെ വലിയൊരു ടേണിംഗ് പോയിന്റ് ആണ് ഈ നെറ്റ് JRF യോഗ്യത എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആപ്ലിക്കേഷൻ ഈ ഒരു കടമ്പയിൽ തട്ടി നിങ്ങൾക്ക് അതിന് യാതൊരു കുറവും അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് സംഭവിച്ചുകൂടാ. കൃത്യമായിട്ട് ഇൻഫർമേഷൻ ബുള്ളറ്റിൻ നിങ്ങൾ വായിച്ചു നോക്കുക. അതിനോടൊപ്പം ചേർത്ത് പറയട്ടെ, പരീക്ഷയ്ക്ക് ഇനി അധിക ദിവസങ്ങളില്ല, ഒരു 45 ദിവസം മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. ഐപ്ലസിന്റെ ക്ലാസ്സുകൾ ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും അവൈലബിൾ ആണ്, ക്രാഷ് ബാച്ചുകളായിട്ട് അവൈലബിൾ ആണ്. അതോടൊപ്പം തന്നെ ഫ്രീ സ്റ്റഡി കിറ്റും ഒരു അടുത്ത 45 ദിവസത്തേക്കുള്ള ഫ്രീ സ്റ്റഡി കിറ്റ് പേപ്പർ 1ന്റെ ഉൾപ്പെടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ഫ്രീ സ്റ്റഡി കിറ്റ് വാങ്ങാനായിട്ട് നിങ്ങൾക്ക് കിട്ടാനായിട്ട് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഫോം ഉണ്ട്, അത് ഫില്ല് ചെയ്യുക. അത് ഫില്ല് ചെയ്യുന്നവർക്ക് ഈ ഫ്രീ സ്റ്റഡി കിറ്റ് നമ്മൾ ഫ്രീ ആയിട്ട് നൽകുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നിങ്ങളുടെ ആദ്യം ഇൻഫർമേഷൻ ബുള്ളറ്റിൻ നിങ്ങളുടെ വായിച്ചിട്ടുണ്ടാവണം. നിങ്ങളുടെ കയ്യിൽ ആപ്ലിക്കേഷൻ ചെയ്യുന്നതിന് മുമ്പ്, അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ്, കാൻഡിഡേറ്റ് ഇവരുടെ നെയിം, മദേഴ്സ് നെയിം, ഫാദേഴ്സ് നെയിം ഒക്കെ സർട്ടിഫിക്കറ്റുകൾ അനുസരിച്ച് തന്നെ നിങ്ങളുടെ അങ്ങനെ പൂരിപ്പിക്കണം. അതുകൊണ്ട് തന്നെ ഈ സർട്ടിഫിക്കറ്റ് ഒക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. മാർക്ക് നമുക്ക് ഇവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്, പെർസെൻറ്റേജ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ നമ്മുടെ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് വേണം എന്ന് പറയുന്നത്. രണ്ടാമത് ഐഡന്റിഫിക്കേഷൻ, ഒന്നുകിൽ പാസ്പോർട്ട് നമ്പർ, റേഷൻ കാർഡ്, ആധാർ കാർഡ് തുടങ്ങിയ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. പിന്നീട് ക്വാളിഫൈഡ് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഓഫ് ലാസ്റ്റ് സെമസ്റ്റർ മാർക്ക് ഷീറ്റ്. അപ്പോൾ
ലാസ്റ്റ് സെമസ്റ്ററിന്റെ കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള മാർക്ക് ഷീറ്റ് അല്ലെങ്കിൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. മെയിലിംഗ് അഡ്രസ്സ് ആസ് വെൽ ആസ് പെർമനന്റ് അഡ്രസ്സ്, അതായത് പെർമനന്റ് അഡ്രസ്സും മെയിലിംഗ് അഡ്രസ്സും നിങ്ങൾക്ക് അറിയണം. പിന്നീട് നിങ്ങൾക്ക് ഏതൊക്കെ സിറ്റികളിലാണ്, 4 സിറ്റികൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. കേരളത്തിൽ 12 പരീക്ഷാ കേന്ദ്രങ്ങളുണ്ട്, അതിൽ 4 പരീക്ഷാ കേന്ദ്രങ്ങൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ സബ്ജക്റ്റിന്റെ കോഡ്, UGC നെറ്റ് സബ്ജക്റ്റിന്റെ കോഡ്, അത് ഇൻഫർമേഷൻ ബുള്ളറ്റിനിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. നെറ്റ് സബ്ജക്റ്റിന്റെ കോഡ്, PG സബ്ജക്റ്റിന്റെ കോഡ് ഒക്കെ അതിനകത്ത് പറയുന്നുണ്ട്. അത് നോക്കി വെക്കുക. സബ്ജക്ട് ഓഫ് പോസ്റ്റ് ഗ്രാജുവേഷന്റെ കോഡ്, PG കോഴ്സിന്റെ കോഡ്, അതൊക്കെ അതിലുണ്ട്. കാറ്റഗറി സർട്ടിഫിക്കറ്റ് എന്ന് വെച്ചാൽ OBC ആണോ, SC/ST ആണോ, EWS ആണോ എന്നുള്ളതൊക്കെ അനുസരിച്ച് ആ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം എന്ന് പറയുന്നുണ്ട്. EWS സർട്ടിഫിക്കറ്റ് അത് ഉണ്ടാവണം. ആപ്ലിക്കബിൾ ആണെങ്കിൽ PWD സർട്ടിഫിക്കറ്റ്, അതായത് ഭിന്നശേഷിക്കാരുണ്ടാവണം. ഇമെയിൽ അഡ്രസ്സ്, മൊബൈൽ നമ്പർ, പിന്നെ നിങ്ങളുടെ സ്കാൻഡ് ഇമേജസ്, അതായത് എന്താണ് നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്, അതുപോലെ തന്നെ സിഗ്നേച്ചർ, ഇത് നിങ്ങൾക്ക് ഉണ്ടാവണം. ഓക്കെ, അപ്പൊ നമ്മുടെ ആപ്ലിക്കേഷൻ പ്രോസസ്സിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിൽ ചെന്നിട്ട് UGCnet.NDA. ആ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഉണ്ടല്ലോ, ആ വെബ്സൈറ്റിൽ പോയിട്ട് നമ്മൾ ആദ്യം ഈ ലിങ്കിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും നിങ്ങൾക്ക് കാണുക. അവിടെ നിങ്ങൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ ചെയ്യുന്നത്, അതായത് ഇത്തവണ ആദ്യമായിട്ട് ചെയ്യുന്ന ആളുകളെല്ലാം തന്നെ ന്യൂ രജിസ്ട്രേഷൻ ഇവിടെ എടുക്കണം. ന്യൂ രജിസ്ട്രേഷൻ ഇവിടെ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ ഡൗൺലോഡ് ചെയ്യാനുണ്ട്, അത് ഡൗൺലോഡ് ചെയ്ത് വായിച്ചു നോക്കുക. ഇല്ലെങ്കിൽ എന്നിട്ട് ന്യൂ രജിസ്ട്രേഷൻ ആണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്, ഇത്തവണ ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുന്നവർ. ഓക്കെ, ഇനി ന്യൂ രജിസ്ട്രേഷൻ പോകുമ്പോൾ അടുത്തൊരു വിൻഡോ വരും. ഇങ്ങനെ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ തയ്യാറാക്കി വെക്കണം എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഒരു ടിക്ക് ബോക്സ് ഉണ്ട്, അത് ടിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ഹിയർ ടു പ്രൊസീഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ വിൻഡോയിൽ ക്ലിക്ക് ഹിയർ ടു പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഡിജി ലോക്കറിന്റെ അക്കൗണ്ടിലേക്കാണ് പോവുക. കഴിഞ്ഞ തവണത്തിൽ നിന്നൊക്കെ വ്യത്യാസമായിട്ട് ഡിജി ലോക്കറിന്റെ അക്കൗണ്ടിലേക്ക് പോകും. അവിടെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഓൾറെഡി നിങ്ങൾ ഡിജി ലോക്കറിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ, ഒരുപാട് പേർക്ക് അക്കൗണ്ട് ഉണ്ടാവും, കാരണം നിങ്ങൾ മൊബൈൽ നമ്പർ ജസ്റ്റ് ഇവിടുന്ന് ടൈപ്പ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ മൊബൈലിലേക്ക് OTP വരും. അത് അടുത്ത സ്ക്രീനിൽ ആ OTP കൊടുത്ത ശേഷം നിങ്ങൾക്ക് ഡയറക്റ്റ് അതിനുള്ളിലേക്ക് കയറാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ ഓൾറെഡി നിങ്ങൾക്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ സൈൻ ഇൻ ടു യുവർ അക്കൗണ്ട് ആണ് കൊടുക്കേണ്ടത്. അവിടെ നിങ്ങൾ മൊബൈൽ നമ്പർ വെച്ചോ, അല്ലെങ്കിൽ ഡിജി ലോക്കറിന്റെ യൂസർ നെയിം അറിയാമെങ്കിൽ അത് വെച്ചോ, അല്ലെങ്കിൽ നിങ്ങളുടെ ആധാർ ID വെച്ചോ നിങ്ങൾക്ക് ഈ സൈൻ ഇൻ നിങ്ങളുടെ ഓൾറെഡി ഉള്ള അക്കൗണ്ടിലേക്ക് നിങ്ങൾക്ക് കയറാവുന്നതാണ്. ഇനി അതില്ല, നിങ്ങൾക്ക് ഡിജി ലോക്കറിൽ ഇതുവരെ നിങ്ങൾ അക്കൗണ്ട് എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സൈൻ അപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. സൈൻ അപ്പ്, ഡിജി ലോക്കറിൽ നിങ്ങൾക്ക് സൈൻ അപ്പ് ചെയ്യണം. അപ്പൊ സൈൻ അപ്പ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. സൈൻ അപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ ആധാർ നമ്പറൊക്കെ കൊടുത്തിട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ആധാർ നമ്പർ കൊടുത്ത് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഡിജി ലോക്കറിൽ സൈൻ അപ്പ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ചെയ്യുക. അല്ല ഓൾറെഡി നിങ്ങൾ സൈൻ ഇൻ ചെയ്തിട്ടുണ്ട്, പണ്ട് എപ്പോഴെങ്കിലും ഒക്കെ ഡിജി ലോക്കർ ഉപയോഗിച്ചിട്ടുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അവിടെ അക്കൗണ്ട് ഉണ്ടാവും. അവിടെ നിങ്ങൾ മൊബൈൽ നമ്പർ കൊടുത്താൽ നിങ്ങൾക്ക് അതിലേക്ക് കയറാനായിട്ട് പറ്റും. അങ്ങനെ അകത്തേക്ക് കയറി നിങ്ങൾ ഇതിനു മുമ്പ് വിൻഡോകളുണ്ട്, അതായത് ഇതിനകത്ത് കയറുമ്പോൾ നിങ്ങളുടെ ഡീറ്റെയിൽസ്, നിങ്ങളുടെ പേര്, അഡ്രസ്സ്, അതുപോലെ തന്നെ അച്ഛൻ്റെ അമ്മയുടെ പേര് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അത് വെരിഫൈ ചെയ്യുക, അത് ഓക്കെ ആണെന്ന് ടിക്ക് ചെയ്യുക. അവസാനം ഡിജി ലോക്കർ ഒതന്റിക്കേഷൻ സബ്മിറ്റഡ് ആൻഡ് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് എന്നവിടെ എഴുതി വരും. ഓക്കെ, അപ്പോൾ ഡിജി ലോക്കറിന്റെ ആ വിൻഡോ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അവിടെ ക്ലിക്ക് ഹിയർ ടു പ്രൊസീഡ് ടു രജിസ്ട്രേഷൻ, അതിന് ശേഷമാണ് രജിസ്ട്രേഷൻ ആരംഭിക്കുക. രജിസ്ട്രേഷന്റെ സമയത്ത് നിങ്ങൾക്ക് നമ്മൾ നേരെ പറയുന്നത് പോലെ കാൻഡിഡേറ്റ് നെയിം, ഫാദർസ് നെയിം, അതൊന്നുകൂടെ കൺഫേം, പേഴ്സണൽ ഡീറ്റെയിൽസ് വീണ്ടും കൺഫേം ചെയ്യാനായിട്ടുണ്ട്. അതിനുശേഷം നിങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ കോൺടാക്ട് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ എവിടെയാണോ ഉള്ളത് അതാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ എവിടെയാണോ വേണ്ടത് അതാണ് ഈ കോൺടാക്ട് ഡീറ്റെയിൽസ് നിങ്ങൾ കൊടുക്കേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പെർമനന്റ് അഡ്രസ്സിന്റെ താഴെ വരുന്നുണ്ട്. ഇനി അടുത്ത സ്ലൈഡ് ചെയ്ത് കാണാം, പെർമനന്റ് അഡ്രസ്സ് താഴെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോൺടാക്ട് ഡീറ്റെയിൽസിന്റെ അവിടെയാണ് നിങ്ങളുടെ നിലവിലുള്ള ഈ പിൻകോഡ് ഉൾപ്പെടെയുള്ള അഡ്രസ്സ് നിങ്ങൾക്ക് കൊടുക്കേണ്ടത്. കാരണം ഈ കോൺടാക്ട് ഡീറ്റെയിൽസ് അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് ഈ എക്സാം സിറ്റിയൊക്കെ അലോട്ട് ചെയ്ത് കിട്ടുക എന്നുള്ള കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി രണ്ടും ഒന്ന് തന്നെ ആണെങ്കിൽ, നിങ്ങൾ പെർമനന്റ് അഡ്രസ്സിന്റെ വീടിന്റെ അവിടെ തന്നെ ആണ് നിങ്ങൾക്ക് പരീക്ഷ എഴുതുന്നതെങ്കിൽ പിന്നെ പ്രശ്നമൊന്നുമില്ല, എല്ലാം സെയിം ആയിട്ട് തന്നെ കൊടുക്കുക. പിന്നെ ഇമെയിൽ ഐ കൺഫേം ചെയ്യാനുണ്ട്, മൊബൈൽ നമ്പർ അതൊക്കെ അടിച്ചു കൊടുക്കുക. അതിനുശേഷം പെർമനന്റ് അഡ്രസ്സ് നിങ്ങൾ ആദ്യം ടൈപ്പ് ചെയ്ത അഡ്രസ്സ് തന്നെയാണ്, കോൺടാക്ട് അഡ്രസ്സ് തന്നെയാണ് നിങ്ങളുടെ പെർമനന്റ് അഡ്രസ്സ് എങ്കിൽ അത് ടിക്ക് ചെയ്ത് കൊടുത്താൽ ഇത് ഓട്ടോമാറ്റിക്കലി ഫിൽ ആയിക്കോളും. പിന്നെ പാസ്വേഡ് ചൂസ് ചെയ്യണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പാസ്വേഡ് മറക്കരുത്, കാരണം ഇത് നമുക്ക് അവസാനം വരെ നമ്മുടെ റിസൾട്ട് വന്ന ശേഷമൊക്കെ ഇത് ആവശ്യമുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഓർമ്മയിൽ നിൽക്കുന്ന ഒരു പാസ്വേഡ് നിങ്ങൾ ചൂസ് ചെയ്ത് വെക്കുക. പാസ്വേഡ് ചൂസ് ചെയ്യാനായിട്ട് ചില നിർദ്ദേശങ്ങളുണ്ട്. അതായത് 8 മുതൽ 13 ക്യാരക്ടേഴ്സ് ലോങ് ആയിരിക്കണം, ഒരു അപ്പർ കേസ് ലെറ്റർ ഉണ്ടാവണം, ഒരു ലോവർ കേസ് ലെറ്റർ ഉണ്ടാവണം, ഒരു ന്യൂമറിക്കൽ വാല്യൂ, ഒരു നമ്പർ ഉണ്ടാവണം, ഒരു സ്പെഷ്യൽ ക്യാരക്ടർ # പോലുള്ള ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ക്യാരക്ടർ ഉണ്ടാവണം. അപ്പൊ അതൊക്കെ വെച്ചിട്ട് ഒരു പാസ്വേഡ് ചൂസ് ചെയ്യുക. സെക്യൂരിറ്റി ക്വസ്റ്റ്യനും സെക്യൂരിറ്റി ആൻസറും ഒക്കെ കൊടുത്ത ശേഷം ക്യാപ്ച. ഇത്തവണത്തെ ഈ ക്യാപ്ചയിൽ നമുക്കൊരു അഡ്വാൻറ്റേജ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് കേൾക്കാൻ പറ്റും. അതായത് ഇവിടെ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഈ എഴുതി വെച്ചിരിക്കുന്ന സാധനം കേൾക്കാൻ പറ്റും. ചില ഈ ലെറ്റേഴ്സ് തമ്മിൽ നമുക്ക് ഡിഫറൻസ് ഉണ്ടല്ലോ, അതായത് 0യും Oയും ഒക്കെ ഒരുപോലെ ഇരിക്കും. അപ്പോൾ അത്രയൊക്കെ നമുക്ക് തിരിച്ചറിയാനായിട്ട് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കേൾക്കാൻ പറ്റും. എന്നിട്ട് അതിവിടെ ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ,
അപ്പോൾ അത് കൊടുത്ത ശേഷം പിന്നീട് റിവ്യൂ ചെയ്യാൻ വരും. നിങ്ങൾ ചെയ്തതൊക്കെ ഇതുവരെ രജിസ്ട്രേഷൻ ചെയ്തതൊക്കെ കറക്റ്റ് ആണോ എന്നുള്ളത് നിങ്ങൾ റിവ്യൂ ചെയ്യാൻ പറ്റും. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഇവിടെ എഡിറ്റ് കൊടുക്കണം. താഴെ എഡിറ്റ് ചെയ്യാനായിട്ട് ഓരോന്നും ഓരോ പേഴ്സണൽ ഡീറ്റെയിൽസ്, കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ശരിയാണോ എന്ന് ടിക്ക് ചെയ്ത് വെരിഫൈ ചെയ്ത ശേഷം മാത്രം അവസാനം എന്ത് ചെയ്യണം, നിങ്ങളുടെ OTP വരും. നിങ്ങളുടെ മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യാനായിട്ട് ചോദിക്കും. മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യാനായിട്ട് ചോദിക്കുമ്പോൾ അത് അവിടെ ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് വരും, സബ്മിറ്റ് രജിസ്ട്രേഷൻ ഫോം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ അവിടെ ആയി. ഓക്കെ, അങ്ങനെ രജിസ്ട്രേഷൻ കഴിഞ്ഞു. അപ്പോൾ കുറേ സ്റ്റെപ്പുകളുണ്ട്. ആദ്യത്തേത് രജിസ്ട്രേഷൻ ഫോം ആണ്. രജിസ്ട്രേഷൻ ഫോമിന്റെ 3 സ്റ്റെപ്പായിട്ടാണ്. രജിസ്ട്രേഷൻ ഫോം, ആപ്ലിക്കേഷൻ ഫോം, ഫീ പേയ്മെന്റ്. രജിസ്ട്രേഷൻ കഴിഞ്ഞു. രജിസ്ട്രേഷൻ സമയത്താണ് നമ്മൾ ഡിജി ലോക്കർ അക്കൗണ്ട് എടുത്തും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്തത്. ഇനി ആപ്ലിക്കേഷൻ ഫോം ആണ് അടുത്തതായിട്ട്. ആപ്ലിക്കേഷൻ ഫോമും ഫീ പേയ്മെന്റും കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ ആപ്ലിക്കേഷൻ നമ്പറൊക്കെ മറച്ചിട്ടുണ്ട്. എന്നിട്ട് ഫില്ലപ്പ് ആപ്ലിക്കേഷൻ ഫോം എന്നുള്ളത് കൊടുക്കുക. കൊടുക്കുമ്പോൾ അവിടെ കുറേ കാര്യങ്ങൾ നമുക്ക് ഫില്ല് ചെയ്യാനായിട്ടുണ്ട്. അതാണ് ആപ്ലിക്കേഷൻ ഫോമിന്റെ അവിടെയാണ് നമ്മൾ ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റും മറ്റു കാര്യങ്ങളൊക്കെ ഈ ഒരു സ്റ്റെപ്പിലാണ് നമുക്ക് കൊടുക്കേണ്ടത്. നമ്മുടെ അതുപോലെ തന്നെ എന്താണ് നമ്മുടെ സബ്ജക്ട് ഏതാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ സ്റ്റെപ്പിലാണ് നമ്മൾ കൊടുക്കുന്നത്. എന്തൊക്കെ കൊടുക്കണം? കോൺടാക്ട് ഡീറ്റെയിൽസ് അത് ഓൾറെഡി നമ്മൾ കൊടുത്തു കഴിഞ്ഞു. രജിസ്ട്രേഷന്റെ സമയത്ത് ഈ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞു. പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കണം. ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ്, അബാർ ID ഉണ്ടെങ്കിൽ അത്, എക്സാമിനേഷൻ സിറ്റികൾ, ക്വാളിഫിക്കേഷൻ, എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ്, പിന്നെ എന്തെങ്കിലും അഡീഷണൽ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അത്, ഏതിനാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത്, പിന്നീട് ലൈവ് ഫോട്ടോഗ്രാഫി ക്യാപ്ചർ ചെയ്യണം, ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യണം, ഫൈനൽ സബ്മിറ്റ് ചെയ്യണം. അങ്ങനെ ഇത്രയും ദീർഘമായ ഒരു പ്രൊസീജിയർ ആണ് എന്തെന്ന് പറയുന്നത് ഈ ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾക്ക് ഫിൽ ചെയ്യാനായിട്ടുള്ളത്. നമുക്ക് ഓരോന്നിലൂടെയും കടന്നു പോകാം. ആദ്യമായിട്ട് പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് ആദ്യമായിട്ട് നമുക്ക് ഫിൽ ചെയ്യാനുള്ളത്. കാൻഡിഡേറ്റ് നെയിം അതൊക്കെ ഓൾറെഡി ഇവിടെ വരും കേട്ടോ. നിങ്ങൾ കോൺടാക്ട് ഡീറ്റെയിൽസിലുള്ള അതേ കാര്യങ്ങൾ തന്നെ ഇവിടെ വന്നോളൂ. ഫാദറിന്റെ നെയിം, മദറിന്റെ നെയിം നമ്മളിവിടെ എഴുതി കൊടുക്കണം. കാറ്റഗറി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ കാറ്റഗറി എന്ന് പറഞ്ഞു. ഈ കാറ്റഗറി എപ്പോഴാണ് എഴുതേണ്ടത്? ഈ പേഴ്സണൽ ഡീറ്റെയിൽസ് ആപ്ലിക്കേഷൻ സ്റ്റെപ്പ് 2 ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഫോമിന്റെ അകത്ത് പേഴ്സണൽ ഡീറ്റെയിൽസിലാണ് ഈ പറഞ്ഞ കാറ്റഗറി വരിക. കാറ്റഗറിയിൽ ഞാൻ ജനറൽ എന്നുള്ളതാണ് ടിക്ക് ചെയ്തത്. അതൊന്നുകൂടെ കൺഫേം ചെയ്യാൻ ചോദിക്കുന്നുണ്ട്. ജനറൽ എന്നുള്ളത് ഞാൻ അവിടെ ടിക്ക് ചെയ്തു. ഡയബറ്റിക് ആണോ? അല്ല. അപ്പൊ ജനറൽ ആണെങ്കിൽ പിന്നെ മറ്റ് സർട്ടിഫിക്കറ്റുകളിലൊന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് പ്രൊസീഡ് ചെയ്ത് മുന്നോട്ട് പോകാം. ഇനി അതല്ല, നിങ്ങൾ ഏതെങ്കിലും ഒരു കാറ്റഗറി റിസർവേഷൻ ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ഞാൻ ഇവിടെ ഈ രണ്ടാമത്തെ ഈ വിൻഡോയിൽ ശ്രദ്ധിക്കുക, ഇത് പേഴ്സണൽ ഡീറ്റെയിൽസിൽ ഞാൻ ജനറൽ എന്നുള്ളതല്ല കൊടുത്തിരിക്കുന്ന OBC NCL സെൻട്രൽ ലിസ്റ്റിൽ പെടുന്ന OBC NCL ആണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അത് കൺഫേം ചെയ്യാൻ ഒന്നുകൂടെ ചോദിച്ചു. OBC NCL കഴിഞ്ഞ തവണ വരെ ഇത് വെച്ചിട്ട് നമുക്ക് പ്രൊസീഡ് ചെയ്ത് പോകായിരുന്നു. പക്ഷേ ഇത്തവണ അവിടെ ചോദിക്കുന്നുണ്ട്, ഡു യു ഹാവ് എ വാലിഡ് കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ ആൻ ഓതറൈസ്ഡ് ഗവൺമെന്റ് ഓഫീസ്? അത് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ യെസ് കൊടുക്കുക, അതായത് നിങ്ങളുടെ കയ്യിൽ ആ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ, OBC വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ യെസ് കൊടുക്കുക. സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ നോ എന്നല്ല കൊടുക്കുന്നത്. നോ കൊടുക്കാനായിട്ട് നമുക്ക് പറ്റില്ല. നമ്മൾ അപ്ലൈ ചെയ്തിട്ടെങ്കിലും ഉണ്ടാവണം. നോ ഐ ഹാവ് അപ്ലൈഡ് ബട്ട് അവൈറ്റിംഗ് ദ സർട്ടിഫിക്കറ്റ്. നിങ്ങൾക്ക് ഇത് വായിക്കാൻ കഴിയുമെന്ന് കരുതുകയാണ്. നോ ഐ ഹാവ് അപ്ലൈഡ് ബട്ട് അവൈറ്റിംഗ് ദ സർട്ടിഫിക്കറ്റ്. ഇങ്ങനെ 2 ഓപ്ഷനാണുള്ളത്. ഒന്നുകിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്, ഞാൻ അതിന് അവൈറ്റ് ചെയ്യുകയാണ്, ഞാൻ അതിന് വെയിറ്റ് ചെയ്യുകയാണ് എന്നുള്ളതാണ് 2 ഓപ്ഷൻ. ഈ 2 ഓപ്ഷനിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാം. OBC സർട്ടിഫിക്കറ്റ്, EWS സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുന്ന ഒരു പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ താലൂക്കിൽ നിന്നാണ് വാങ്ങിക്കേണ്ടത്. എന്നുള്ള പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഇത് നാഷണൽ ലെവൽ എക്സാം ആണ്. അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ പർപ്പസിനുള്ള സർട്ടിഫിക്കറ്റ് വേണം, NCL സർട്ടിഫിക്കറ്റ് വേണം വാങ്ങിക്കാൻ. താലൂക്കിൽ നിന്നാണ് എഡ്യൂക്കേഷണൽ പർപ്പസിനുള്ള സർട്ടിഫിക്കറ്റ് വേണം വാങ്ങിക്കാൻ എന്നുള്ള കാര്യം ഇവിടെ ഓർക്കുക. അപ്പൊ ഇവിടെ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ നിങ്ങളുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം, അല്ലെങ്കിൽ നിങ്ങൾ ഇതിന് അപ്ലൈ ചെയ്തിട്ടെങ്കിലും ഉണ്ടാവണം. എന്റെ വ്യക്തിപരമായ അഭിപ്രായം, നിങ്ങളുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ് എത്തിയ ശേഷം ഇത് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. കാരണം സർട്ടിഫിക്കറ്റ് ഇല്ല, അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് പോവാം കേട്ടോ. അപ്പോൾ അത് ഇവിടെ കൊടുക്കുക. ഇനി യെസ് ആണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ, ഇപ്പോൾ OBC സർട്ടിഫിക്കറ്റ് യെസ് ആണ് കൊടുക്കുന്നതെങ്കിൽ അവിടെ കാറ്റഗറി സർട്ടിഫിക്കറ്റിന്റെ ID അല്ലെങ്കിൽ നമ്പർ, നിങ്ങൾക്ക് ഇഷ്യൂ ചെയ്ത സർട്ടിഫിക്കറ്റിന്റെ നമ്പർ അവിടെ വേണം. അതിന്റെ ഡേറ്റ്, ഇഷ്യൂ ഡേറ്റ് അവിടെ വേണം. ഏത് അതോറിറ്റി ആണ് അത് ഇഷ്യൂ ചെയ്തത് എന്നുള്ള ഈ 3 ഡീറ്റെയിൽസ് അവിടെ കൊടുക്കാനുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ എന്തുണ്ടാവണം? സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം എന്നുള്ളതാണ്. നേരത്തെ കഴിഞ്ഞ തവണ വരെ അതിന്റെ ആവശ്യമില്ലായിരുന്നു. നമുക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ട്, നിങ്ങൾ കാറ്റഗറി ആണെന്ന് പറഞ്ഞിട്ട് നമുക്ക് പ്രൊസീഡ് ചെയ്ത് പോകായിരുന്നു. അപ്പോൾ സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം എന്നുള്ള യെസ് കൊടുത്താൽ ഈ 3 ഓപ്ഷൻസ് ആണ് അവിടെ വരിക. ഇനി ഇല്ല, നോ ഐ ഹാവ് അപ്ലൈഡ് ബട്ട് അവൈറ്റിംഗ് ദ സർട്ടിഫിക്കറ്റ്, ഞാൻ എൻ്റെ സർട്ടിഫിക്കറ്റ് ഇല്ല, ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്, അങ്ങനെ ആണെങ്കിൽ എന്ത് കൊടുക്കണം? കാറ്റഗറി സർട്ടിഫിക്കറ്റ് ആപ്ലിക്കേഷൻ റെസിപ്റ്റ് നമ്പർ, അതായത് നിങ്ങൾ അപ്ലൈ ചെയ്തതിന്റെ റെസിപ്റ്റ് അവിടുന്ന് കിട്ടുമല്ലോ. ഇപ്പൊ താലൂക്കിലാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ ഒരു റെസിപ്റ്റ് കിട്ടും. ആ റെസിപ്റ്റിന്റെ നമ്പർ ഇവിടെ അടിച്ചു കൊടുക്കണം. അതുകൂടാതെ എന്നാണ് നിങ്ങൾ അപ്ലൈ ചെയ്തത് എന്നുള്ള നമ്പരും എന്നുള്ള ഡേറ്റ് ഇവിടെ കൊടുക്കണം. അതുപോലെ ഏത് അതോറിറ്റിയിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്തത് എന്നുള്ള ഡേറ്റ് എന്നുള്ള കാര്യവും, ഈ 3 കാര്യങ്ങളും ഇവിടെ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ടുണ്ട്. അപ്പോൾ ഈ 2 ഓപ്ഷൻ ആണുള്ളത്. ഇവിടെ നമ്മൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനായിട്ട് ഒരു ഓപ്ഷൻ ഇല്ല, പക്ഷേ അതിന്റെ നമ്പറുകൾ നമ്മൾ
കൊടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം അത് വെരിഫൈ ചെയ്യും കേട്ടോ. അതുകൊണ്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഈ രണ്ട് ഓപ്ഷൻ വെച്ചിട്ട് നമുക്ക് പ്രൊസീഡ് ചെയ്യാം. EWS ആണെങ്കിലും ഇതേ കാര്യങ്ങൾ തന്നെ, SC/ST ആണെങ്കിലും ഇതേ കാര്യങ്ങൾ തന്നെ വരും എന്നുള്ള കാര്യം കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ സർട്ടിഫിക്കറ്റിന്റെ ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കേണ്ടത് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ഇനി അടുത്ത, ഞാൻ മറ്റ് ഡിസബിലിറ്റി ഡീറ്റെയിൽസിലേക്ക് പോയിട്ടില്ല. ഡിസബിലിറ്റി ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വിൻഡോ ഉണ്ട്. ആ വിൻഡോയിൽ നിങ്ങൾ PWD നിങ്ങൾ ഡിസേബിൾഡ് ആണോ ചോദിക്കും. യെസ് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. നോ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒന്നുമില്ല, അടുത്ത വിൻഡോയിലേക്ക് പോകും. അടുത്ത വിൻഡോ എന്ന് പറഞ്ഞാൽ അബാർ ID ആണ്. ഡു യു ഹാവ് അബാർ ID? എന്താണ് അബാർ ID? നമുക്കറിയാം, അക്കാദമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് ഓൾറെഡി ഇപ്പോൾ PG കഴിഞ്ഞ കുട്ടികളുടെ ഉണ്ടാവും, അബാർ ID ഉണ്ടാവും. പണ്ട് കുറെ വർഷങ്ങൾക്ക് മുമ്പൊക്കെ കഴിഞ്ഞ ആളുകളെ സംബന്ധിച്ച് അബാർ ID ഉണ്ടാവണമെന്നില്ല. നിങ്ങൾക്ക് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കുഴപ്പമില്ല. യെസ് ഉണ്ടെങ്കിൽ യെസ് കൊടുത്ത് അതിന്റെ ഡീറ്റെയിൽസ് കൊടുത്ത് പോകാം. നോ ആണെങ്കിൽ നോ ടിക്ക് ചെയ്യുക. അബാർ ID ഇല്ലെങ്കിലും പ്രശ്നമില്ല, നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. യെസ് ആണെങ്കിൽ, യെസ് ആണ് കൊടുത്തതെങ്കിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അബാർ ID ഒക്കെ ഇവിടെ കൊടുക്കണം കേട്ടോ. അബാർ ID കൊടുത്ത് നിങ്ങൾ മുന്നോട്ട് പോകണം. ഇനി അതില്ലെങ്കിൽ നോ ആണെങ്കിലും പ്രശ്നമൊന്നുമില്ല. പിന്നെ അടുത്തതാണ് എക്സാമിനേഷൻ സിറ്റി. നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. 4 ഓപ്ഷൻ, നിങ്ങൾക്ക് 4 സിറ്റികൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നീട് ക്വാളിഫിക്കേഷൻ പിന്നീടാണ് നമുക്ക് അടിച്ചു കൊടുക്കേണ്ടത്. പാസ് സ്റ്റാറ്റസ്. മറ്റൊരു കാര്യം കൂടി ഇവിടെ ഉള്ളത്, അതായത് നമ്മുടെ ഇത്തവണത്തെ നമ്മുടെ ഈ ആപ്ലിക്കേഷന്റെ സമയത്ത് നിങ്ങൾക്ക് 2 രീതിയിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതായത് 4 ഇയർ ഡിഗ്രി ഉള്ള ആളുകൾക്കും അപ്ലൈ ചെയ്യാം. അത് ഇത്തവണത്തെ ഒരു മാറ്റം തന്നെ. ഞാൻ ആദ്യം പറയാൻ മറന്നുപോയതാ. 4 ഇയർ ഡിഗ്രി ഉള്ള ഉദ്യോഗാർത്ഥികൾക്കും ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. അവരെ സംബന്ധിച്ച് 4 ഇയർ ലാസ്റ്റ് ഇയർ ഉള്ള ആളുകൾക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുക. പാസ് ഔട്ട് ആണെങ്കിലും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർക്ക് പ്രത്യേകിച്ച് സബ്ജക്റ്റ് ഒന്നുമില്ലേ, അവർക്ക് ഇഷ്ടമുള്ള, അവർക്ക് ഗവേഷണം നടത്താൻ ആഗ്രഹമുള്ള സബ്ജക്റ്റ് അവർക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. അതേസമയം PG ചെയ്ത ആളുകളാണെങ്കിൽ അവരവരുടെ PG സബ്ജക്റ്റിൽ തന്നെ നെറ്റ് ചെയ്യുന്നതാണ് നല്ലത്. അതല്ല 4 ഇയർ ഡിഗ്രിക്കാർക്ക് ഏത് സബ്ജക്റ്റും ചൂസ് ചെയ്യാം. പ്രത്യേകം ശ്രദ്ധിക്കുക, 4 ഇയർ ഡിഗ്രിക്കാർക്ക് നെറ്റ് യോഗ്യത എന്നൊരു കാറ്റഗറി ഇല്ല. അവർക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ ആകാനുള്ള യോഗ്യത ഇല്ല. നെറ്റ് യോഗ്യത എന്നല്ല, അസിസ്റ്റന്റ് പ്രൊഫസർ ആകാനുള്ള യോഗ്യത കിട്ടില്ല. അവർക്ക് ഒന്നുകിൽ JRF കിട്ടും, അല്ലെങ്കിൽ PhD ഒള്ളി കിട്ടും എന്നുള്ളത് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ അടുത്തതാണ് നമ്മുടെ ഇവിടെയാണ് നമ്മൾ അത് കൊടുക്കേണ്ടത്. ഐ വാണ്ട് ടു അപ്ലൈ UGC നെറ്റ് ഓൺ ദ ബേസിസ് ഓഫ് ഈ സെലക്ടിന്റെ അടിസ്ഥാനത്തിൽ ഒന്നുകിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി അല്ലെങ്കിൽ 4 ഇയർ ഡിഗ്രി എന്നുള്ളതാണ്. പിന്നെ സബ്ജക്റ്റും ക്വസ്റ്റ്യൻ പേപ്പർ മീഡിയവും എക്സാം സിറ്റിയൊക്കെ ഇവിടെ നിങ്ങൾ കൊടുക്കാനായിട്ട് പറ്റും. അതിനുശേഷം ഞാൻ ഇവിടെ മാസ്റ്റേഴ്സ് എന്ന് കൊടുത്തത് കൊണ്ടാണ് ഇവിടെ മാസ്റ്റേഴ്സ് ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കുന്നത്. പാസ്ഡ് ആണോ, പഠിച്ചുകൊണ്ടിരിക്കുകയാണോ, PGക്ക് പഠിക്കുന്ന ആളുകൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാം. എന്നാണ് പാസ്സായത്, ഏത് സബ്ജക്റ്റ് ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ടോട്ടൽ മാർക്ക് എത്ര കിട്ടി, അതിൽ എത്രയാണ് നിങ്ങളുടെ മാർക്ക്, പേഴ്സൻറ്റേജ് ഓട്ടോമാറ്റിക്കലി ഇതിൽ വരും കേട്ടോ. പേഴ്സൻറ്റേജ് ആണോ CGPA ആണോ എന്നുള്ളതൊക്കെ ഇതിലിവിടെ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നീട് അഡീഷണൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം. ഇതിപ്പോ ഏജിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് JRF എന്നുള്ള ഒരു കാറ്റഗറി ഇവിടെ വന്നിട്ടില്ല. 30 വയസ്സിൽ താഴെയാണെങ്കിൽ മാത്രമേ JRF ഇവിടെ വരികയുള്ളൂ, അല്ലെങ്കിൽ അസിസ്റ്റന്റ് പ്രൊഫസർ PhD ഒള്ളി മാത്രമേ വരികയുള്ളൂ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ കഴിഞ്ഞ തവണയൊക്കെ നമ്മളിപ്പോ ഇവിടെ JRFന് എലിജിബിൾ ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് അവർക്ക് ഇവിടെ JRF എന്നൊരു ഓപ്ഷനും കൂടെ വരും. അപ്പൊ നിങ്ങൾ കഴിഞ്ഞ തവണയൊക്കെ JRF ടിക്ക് ചെയ്ത ഇത് 3 ഓട്ടോമാറ്റിക്കലി ടിക്ക് ആവുമായിരുന്നു. ഇപ്പൊ അങ്ങനല്ല. ഇപ്പൊ നമ്മൾ പ്രത്യേകം സെലക്ട് ചെയ്യണം. അപ്പോൾ ഇത് JRFന് എലിജിബിലിറ്റി ഉള്ള 30 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികളാണെങ്കിൽ, റിസർവേഷൻ ഉള്ളവരാണെങ്കിൽ, 35 വയസ്സിൽ താഴെയുള്ളവരാണെങ്കിൽ ഇത് 3ഉം സെപ്പറേറ്റ് ടിക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അസിസ്റ്റന്റ് പ്രൊഫസർ മാത്രമാണ് നിങ്ങൾ ടിക്ക് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ ആ കാറ്റഗറിയിലേക്ക് മാത്രമേ നിങ്ങൾ പരിഗണിക്കുകയുള്ളൂ. നിങ്ങൾക്ക് ഇപ്പോൾ JRFന്റെ മാർക്ക് ഉണ്ടെങ്കിൽ പോലും നിങ്ങളെ അതിലേക്ക് നിങ്ങൾക്ക് എടുക്കില്ല. അങ്ങനെയൊക്കെ സംഭവിച്ച ചരിത്രമുണ്ട്. അതേപോലെ PhD ഒള്ളി മാത്രമാണ് നിങ്ങൾ ടിക്ക് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ അത് കിട്ടിയാൽ പോലും നിങ്ങൾക്ക് കിട്ടില്ല. അതേപോലെ അസിസ്റ്റന്റ് പ്രൊഫസർ മാത്രമാണ് ടിക്ക് ചെയ്ത് കൊടുക്കുന്നത്, PhD ടിക്ക് ചെയ്തില്ലെങ്കിൽ PhDക്ക് ക്വാളിഫൈ ചെയ്താൽ പോലും നിങ്ങൾക്ക് അതിന് എന്ത് ചെയ്യില്ല, ആ ഒരു ഓപ്ഷൻ കിട്ടില്ല. അപ്പോൾ ഇത് 3 ടിക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എലിജിബിൾ ആയിട്ടുള്ളവർ അല്ലെങ്കിൽ ഇത് 2ഉം ടിക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനിയാണ് നമ്മുടെ ലൈവ് ഫോട്ടോഗ്രാഫ് ആണ് അടുത്ത ഒരു പ്രധാനപ്പെട്ട ഘട്ടം. ആദ്യമായിട്ട് ലൈവ് ഫോട്ടോഗ്രാഫ് ചെയ്യുന്ന ആളുകളുണ്ടാവും. ഇത് നിങ്ങൾ പേടിക്കേണ്ട സംഗതിയൊന്നുമില്ല. ഇത്തെ JEE-യുടെ NTA ഒരുപാട് പരീക്ഷകൾ നടത്തുന്നുണ്ട്. JEE നടത്തുന്നുണ്ട്, NEET നടത്തുന്നുണ്ട്, അങ്ങനെ കുറെ പരീക്ഷകൾ. ഇപ്പൊ നാഷണൽ ലെവൽ എക്സാംസ് എല്ലാം NTA ആണ് നടത്തുന്നത്. അവർക്കൊക്കെ ഈ ലൈവ് ഫോട്ടോഗ്രാഫ് ഉണ്ടായിരുന്നു. ആ ഫോർമാറ്റിലേക്ക് ഇപ്പൊ നെറ്റും കൊണ്ടുവന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവരൊക്കെ +2 കഴിഞ്ഞ കുട്ടികളാണ്, അവരൊക്കെ ഇത് കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ PG ഒക്കെ കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ച് ഇത് സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് മറ്റൊന്നുമില്ല. അതായത് ഈ വിൻഡോ വരുമ്പോൾ ഈ നമ്മുടെ നിങ്ങളിപ്പോൾ ഒരു സിസ്റ്റത്തിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ, വെബ് ക്യാം ഉള്ള ഒരു സിസ്റ്റത്തിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ വെബ് ക്യാം അവിടെ ആക്ടിവേറ്റ് ആവും. അവിടെ നിങ്ങളുടെ ചിത്രം ഇങ്ങനെ വരും. നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ചിത്രം ഇങ്ങനെ വരും. അതെ, നിങ്ങൾ ഇവിടെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളൊരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഒരു പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ടിൽ വന്ന് നിൽക്കുക. പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ടിൽ വന്ന് നിന്ന ശേഷം നിങ്ങളുടെ മുഖം അതിലേക്ക് കുറച്ചും കൂടെ അടുത്ത് വെച്ചിട്ട് ക്യാപ്ചർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം 80%, ആ ബോക്സിന്റെ 80% നിങ്ങളുടെ
മുഖമായിരിക്കണം എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ വെബ് ക്യാം ഒക്കെ ഉള്ള സിസ്റ്റം ആണെങ്കിൽ അത് വെച്ചിട്ട് അങ്ങനെ തന്നെ ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് അപ്ലോഡ് ചെയ്ത് പോകാം. ഇവിടെ ക്യാപ്ചർ ലൈവ് ഫോട്ടോഗ്രാഫ് എന്നുണ്ട്, ക്യാപ്ചർ ലൈവ് ഫോട്ടോഗ്രാഫ് എന്ന്. ഇനി ചിലരെ സംബന്ധിച്ച് വെബ് ക്യാം ഉണ്ടാവില്ല, സിസ്റ്റത്തിൽ വെബ് ക്യാം ഉണ്ടാവില്ല. അപ്പൊ എന്ത് ചെയ്യും? ഇവിടെ ഒരു QR കോഡ് കണ്ടോ, നിങ്ങളുടെ മൊബൈൽ വെച്ചിട്ട്, നിങ്ങളുടെ മൊബൈൽ എന്താണെങ്കിലും ക്യാമറ ഉണ്ടല്ലോ, ഫ്രണ്ട് ക്യാമറ ഉണ്ടല്ലോ, നിങ്ങളുടെ മൊബൈൽ വെച്ചിട്ട് ഈ QR കോഡ് സ്കാൻ ചെയ്യുക. സ്കാൻ ചെയ്യുമ്പോൾ ഒരു ലിങ്ക് കിട്ടും. ആ ലിങ്ക് വഴി എങ്ങോട്ടേക്ക് പോകാം? ഇതേ ഇമേജിലേക്ക്, ഇതേ പേജിലേക്ക് ചെല്ലും, മൊബൈലിൽ ചെല്ലും. അവിടെ നിങ്ങൾക്ക് നല്ലൊരു നല്ല വെളിച്ചമുള്ള പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട് പുറകിൽ ഭിത്തി മതി, പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട് വരുന്ന രീതിയിൽ നിങ്ങളുടെ മൊബൈൽ ഇങ്ങനെ പിടിച്ച് മുഖത്തിനോട് അടുത്ത് ചേർത്ത് പിടിച്ച് നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്യാനായിട്ട് പറ്റും. ഫ്രണ്ട് ക്യാമറ വെച്ചിട്ട് ക്ലിക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ലൈവ് ഫോട്ടോഗ്രാഫ് ഒരു ബുദ്ധിമുട്ടുള്ള സംഗതിയല്ല. അപ്പോൾ അത് നിങ്ങൾ ഇവിടെ ക്യാപ്ചർ, നിങ്ങളുടെ കറക്റ്റായിട്ട് വന്ന ശേഷം ഇവിടെ ക്യാപ്ചർ ലൈവ് ഫോട്ടോഗ്രാഫ് എന്നുള്ള ഈ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഇവിടെ അത് വരും, ക്യാപ്ചേർഡ് ഫോട്ടോ വരും. ഈ ക്യാപ്ചേർഡ് ഫോട്ടോ കറക്റ്റായിട്ടുള്ള രീതിയിലല്ല എടുത്തിരിക്കുന്നതെങ്കിൽ അതിൽ തന്നെ ഒരു ഡയലോഗ് ബോക്സ് വരും. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ എടുക്കാം. ചിലപ്പോൾ കുറെ തവണ നിങ്ങൾ എടുക്കേണ്ടി വരും, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് കറക്റ്റ് ആയിട്ട് വരുള്ളൂ. ഞാൻ ആദ്യത്തെ തവണ എടുത്തപ്പോൾ എനിക്ക് സംഭവിച്ചത് മിസ്മാച്ച് എന്ന് കാണിച്ചു. അപ്പോൾ ഇവരെന്താ ചെയ്യാന്ന് വെച്ചാൽ, നമ്മൾ എടുത്ത ഫോട്ടോഗ്രാഫും ആധാറിലുള്ള ഫോട്ടോഗ്രാഫ്, ഇപ്പോൾ ഏതോ ഒരു പ്രതിയെ പോലെ ഉണ്ടല്ലേ, ഇതൊക്കെ കണ്ടു നമ്മുടെ ആധാറിലുള്ള ഫോട്ടോഗ്രാഫ് ഇങ്ങനെയാണല്ലോ. അപ്പോൾ നമ്മുടെ ആധാറിലുള്ള ഫോട്ടോഗ്രാഫുമായിട്ട് ഇവർ ഒത്തു നോക്കും, നമ്മുടെ എടുത്ത ഫോട്ടോഗ്രാഫും ഇതുമായിട്ട്. അത് മിസ്മാച്ച് ആണെങ്കിൽ ഇവർ പറയും ദ ക്യാപ്ചേർഡ് ഫോട്ടോ ഡസ് നോട്ട് മാച്ച് യുവർ ഫോട്ടോഗ്രാഫ് ആസ് പെർ യുവർ ഐഡന്റിറ്റി പ്രൂഫ്. അപ്പോൾ നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ റീക്യാപ്ചർ ചെയ്യാം, ഇനി അതല്ല എത്ര ചെയ്തിട്ടും ഇത് മാച്ച് ആവുന്നില്ലെങ്കിൽ അടുത്തൊരു ഓപ്ഷൻ ഉണ്ട്. എന്താണ്? പ്രൊസീഡ് ടു ഫിൽ ദി ആപ്ലിക്കേഷൻ ഫോം വിത്ത് ഫോട്ടോഗ്രാഫ് മിസ്മാച്ച്. അപ്പോൾ പിന്നീട് അതിന്റെ ചെക്കിങ് ചിലപ്പോൾ വന്നേക്കാം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഉള്ള ഫോട്ടോ വെച്ചിട്ട് പ്രൊസീഡ് ചെയ്യാം. ഞാൻ പറയുന്നത് ഒരു 4-5 തവണ ശ്രമിക്കുമ്പോൾ ഇത് കിട്ടും. പ്രത്യേകിച്ചും സിസ്റ്റം അല്ലെങ്കിൽ ലാപ്ടോപ്പ് ചെയ്യുമ്പോഴാണ് ഇത് കുറച്ചും കൂടെ കറക്റ്റ് ആയിട്ട് വരുന്നത് എന്നുള്ളതാണ് മനസ്സിലായത്. അപ്പോൾ അത് വെച്ചിട്ട് ലാപ്ടോപ്പ് എവിടെയെങ്കിലും എടുത്ത് നമ്മുടെ കയ്യിൽ ഇങ്ങനെ പിടിച്ച് കറക്റ്റായിട്ട് വെബ് ക്യാം ഒക്കെ സെറ്റ് ചെയ്ത് നമ്മുടെ പുറകിൽ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കിട്ടേണ്ടതാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾ പ്രൊസീഡ് ചെയ്ത് പോകാം. അങ്ങനെ കറക്റ്റായിട്ട് ചെയ്യുമ്പോൾ, കറക്റ്റായിട്ട് ഇത് വരുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും, ഇത് കറക്റ്റായിട്ട് മാച്ച് ആയിട്ടുണ്ടെന്നുള്ള രീതിയിൽ. എന്നിട്ട് പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക. അപ്പം ലൈവ് ഫോട്ടോഗ്രാഫ് അങ്ങനെ പേടിക്കേണ്ട കാര്യമല്ല. 3-4 തവണ ചിലപ്പോൾ എടുക്കേണ്ടി വന്നേക്കാം, ചിലർക്ക് ആദ്യമേ തന്നെ സെറ്റ് ആയേക്കാം. അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. ഇനി അത് മാത്രം പോരാ, എന്ത് വേണം? നമ്മൾ പഴയ പോലെ ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അടുത്ത വിൻഡോയിൽ അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് ആദ്യം ചൂസ് ഫയൽ കൊടുത്തിട്ട് അതിന് കൃത്യമായിട്ട് ഇത് പറയുന്നുണ്ട്. 10-നും 200 MB-ക്കും KB-ക്ക് ഇടയിലായിരിക്കണം. സിഗ്നേച്ചർ 10-നും 50 KB-ക്കും ഇടയിലായിരിക്കണം. അത് ചൂസ് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക. പിന്നെ സിഗ്നേച്ചർ ചൂസ് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക. അത് എന്നിട്ട് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക, ക്യാപ്ചയൊക്കെ കൊടുത്തിട്ട്. എന്നിട്ട് ഏറ്റവും അവസാനം റിവ്യൂ പേജ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തു. കോൺടാക്ട് ഡീറ്റെയിൽസ്, പേഴ്സണൽ, ഡിസബിലിറ്റി, അബാർ ID, എക്സാമിനേഷൻ സിറ്റി, ക്വാളിഫിക്കേഷൻ, അഡീഷണൽ ഡീറ്റെയിൽസ്, ആപ്ലിക്കേഷൻ, ലൈവ് ഫോട്ടോഗ്രാഫ്, ഡോക്യുമെന്റ് അപ്ലോഡിങ്, ഇത്രയും കാര്യങ്ങൾ ചെയ്തു. ഫൈനൽ സബ്മിറ്റ് ഇവിടെ നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ഇവിടെ എല്ലാം ഒന്നും കൂടെ റിവ്യൂ ചെയ്യുക. ഒന്നുകൂടെ റിവ്യൂ ചെയ്ത് ഇവിടെ ടിക്ക് ചെയ്ത് കൊടുക്കുക. ഓരോ ഡീറ്റെയിൽസും ടിക്ക് ചെയ്ത് കൊടുത്ത ശേഷം അവസാനം എന്ത് ചെയ്യുക? അവസാനം ഇത് ഐ എഗ്രി എന്നുള്ള രീതിയിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുത്ത ഫോട്ടോഗ്രാഫും ലൈവ് ഫോട്ടോഗ്രാഫും അതേപോലെ സിഗ്നേച്ചറും ഒക്കെ അവിടെ ഉണ്ടാവും. അതൊക്കെ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അവിടെ നിങ്ങൾ ഐ എഗ്രി ഫൈനൽ സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് അത് ഫൈനൽ സബ്മിഷൻ കൊടുക്കുക. അത് സബ്മിഷൻ കൊടുക്കുമ്പോൾ എന്തായി? രണ്ടാമത്തെ സ്റ്റെപ്പായിട്ടുള്ള ആപ്ലിക്കേഷൻ ഫോം കംപ്ലീറ്റ് ആയി. ഇനി അതിനുശേഷം നിങ്ങളുടെ ഇമെയിൽ ID നിങ്ങൾ വെരിഫൈ ചെയ്യണം. നേരത്തെ മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്തിരുന്നു, ഇമെയിൽ ID വെരിഫൈ ചെയ്യുക. ഇമെയിലിലേക്ക് OTP വരും, അതിവിടെ കൊടുത്ത് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇമെയിൽ ID വെരിഫൈഡ് ആവും. അപ്പോൾ 2 സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയി. രജിസ്ട്രേഷൻ ഫോം കംപ്ലീറ്റ് ആയി, ആപ്ലിക്കേഷൻ ഫോം കംപ്ലീറ്റ് ആയി. മൂന്നാമത്തത് ഫീ പേയ്മെന്റ് ആണ്. നിങ്ങളുടെ കാറ്റഗറി ഏതാണോ അതനുസരിച്ചുള്ള ഫീസ്. ഇപ്പോൾ ജനറൽ കാറ്റഗറി ആണെങ്കിൽ 1150 രൂപ നിങ്ങൾ ഓൺലൈനായിട്ട് അടയ്ക്കണം. അപ്പോൾ അതിവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ പോലും ഈ സ്റ്റേജിൽ പോലും നിങ്ങൾക്ക് എഡിറ്റ് ആപ്ലിക്കേഷൻ ഫോം ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും പോയിട്ട് ഈ ലിങ്ക് വഴി ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നമുക്ക് ചെയ്യേണ്ടത്. ഇത്തവണത്തെ ആപ്ലിക്കേഷൻ ഫോമിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്, അല്ലെങ്കിൽ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടെന്നേ ഉള്ളൂ. പേടിക്കാൻ തക്ക ഒന്നുമില്ല. കുറച്ചും കൂടെ സമയം ഒരു പക്ഷേ എടുത്തേക്കും. പക്ഷേ അത് ശ്രദ്ധിച്ച് കൃത്യമായിട്ട് ചെയ്യുക. ഡോക്യുമെന്റ്സ് വേണ്ടവർ അത് എടുത്തു വെച്ച ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. അതനുസരിച്ച് കൂടുതൽ വീഡിയോസ് നമ്മൾ അതനുസരിച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇത് ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.